ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് സൂത്രപ്പണികൾ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന വഴിക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ടാപ്പുകൾ കാണും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിളക്കമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പം നല്ല സൂപ്പറായിട്ട് തിളങ്ങാൻ പുതുമയോടെ നിൽക്കാനും വേണ്ടിയുള്ള ഒരു ഹാക്കാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടാപ്പ് ക്ലീൻ ചെയ്യുന്ന മുമ്പത്തെ കോലമാണ് കേട്ടോ ബാക്കിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുതുമയോടെ നിലനിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു പേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലോസപ്പിൻ്റെയോ കോൾഗേറ്റിൻ്റെയോ പെപ്സഡിൻ്റെയോ ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇതുപോലൊരു പഴയ ബ്രഷും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പം പേസ്റ്റ് നമ്മുടെ ബ്രഷിലോട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അത് നമുക്ക് നമ്മളുടെ ആ ടാപ്പിലോട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. മുഴുവനും ആ ടാപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഈ പേസ്റ്റ് എത്തത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണേ. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് മതി. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ കണ്ടില്ലേ, നല്ല ക്ലീനായിട്ടും അതുപോലെ തന്നെ നല്ല പുതിയ ടാപ്പ് പോലെ നമുക്കത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ വീടുകളെല്ലാം കാണുന്നത് ഇതുപോലെ ഒരു ഗ്രേറ്റർ. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പം ഈ ഗ്രേറ്ററിൻ്റെ മൂർച്ചയൊക്കെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. പിന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ ഗ്രേറ്റ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഷാർപ്നെസ്സൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു അലൂമിനിയം ഫോയിലാണ്. ഇതുപോലെ ചെറിയൊരു ഉണ്ട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രേറ്റ് ചെയ്യുന്ന ഭാഗത്ത് കൈയൊന്നും മുറിയാതെ ഇതുപോലെ ആ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പം നമ്മളുടെ ഗ്രേറ്ററുടെ ഷാർപ്നെസ് ഒക്കെ നല്ലപോലെ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളുടെ അറ്റമൊക്കെ നന്നായിട്ട് ഇത് കണ്ടില്ല, നന്നായിട്ട് ഷാർപ്പായി തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിൽ ചോപ്പർ കാണുമല്ലോ, ആ ചോപ്പർ നമുക്ക് ഇതുപോലെ തന്നെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചോപ്പറിലോട്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചോപ്പർ ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്യുന്ന പോലെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഇതിൻ്റെ ബ്ലേഡിനൊക്കെ അത്യാവശ്യം നല്ല മൂർച്ച ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മൂർച്ച കുറയുവാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഇതിൻ്റെ മൂർച്ചയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സവാളയൊക്കെ അരിയുമ്പം കണ്ണെരിയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ്. അപ്പോൾ നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നതിന് മുന്നേ, അതായത് നമ്മൾ അരിയുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട്, അതായത് ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയുവാണെങ്കിൽ ഒട്ടും തന്നെ കണ്ണെരിയത്തില്ല. പിന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിനകത്തോട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഇത് അരിയാൻ നേരം ഒട്ടും തന്നെ നമ്മളുടെ കണ്ണിൽ നിന്നും വെള്ളം വരില്ല. കണ്ണ് നീറാതെ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലത്തെ കവറുകളൊക്കെ കിട്ടും. പക്ഷേ ഈ കവറുകളെല്ലാം എന്താ പറയുക, നമുക്ക് വൃത്തിയായ രീതിയിൽ നമ്മൾ അത് ഓർഗനൈസ് ചെയ്തില്ല എങ്കിൽ ഇതെല്ലാം കൂടെ കിടന്ന് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ ത്രികോണം പോലെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നല്ല ടൈഡി ആയിട്ട് ഇരുന്നോളും, ഒട്ടും തന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ. അപ്പോൾ ആദ്യത്തെ കവർ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഇതുപോലെയാണ് കവറുകളെല്ലാം സൂക്ഷിക്കാറുള്ളത്. അപ്പം ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ, നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കവറെല്ലാം ഇരിക്കുകയും ചെയ്യും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന ഇഡലി കുറച്ചൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവും. അപ്പം ഇഡലി ആണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും ബാക്കി ഉണ്ടാവും. അപ്പോൾ രാത്രിയിൽ അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയെന്നിരിക്കും. അപ്പം അതേ സോഫ്റ്റ്നെസ് തന്നെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇഡലി ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കുകയോ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് ഇഡലി കിട്ടും. അതുപോലെ ചപ്പാത്തി ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തിയും കിട്ടും. ഇന്നത്തെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊന്ന് കൂട്ടുകൂടാനും മറന്നു പോകരുതേ. അപ്പോൾ ഉടനെ തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.